ഇന്ന് ഒരു അർഡീനോ യൂനോയുടെ ബോർഡിൻ്റെ ഹാർഡ്വെയറിൻ്റെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഇതിലെ പിന്നുകളെ പറ്റിയും പവർ സപ്ലൈ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അർഡീനോ യൂനോ ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളർ. അറ്റ്മെഗ 328P ആണ് ഈ മൈക്രോ കൺട്രോളറിൻ്റെ പാർട്ട് നമ്പർ. ഇത് നമുക്ക് ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഗ്രാമൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ മൈക്രോ കൺട്രോളറാണ്. ഇതാണ് ക്രിസ്റ്റൽ റെസൊനേറ്റർ. ഈ ക്രിസ്റ്റൽ റെസൊനേറ്ററാണ് മൈക്രോ കൺട്രോളറിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡ് തീരുമാനിക്കുന്നത്. ഈ അർഡീനോ ബോർഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന അറ്റ്മെഗ 328P മൈക്രോ കൺട്രോളറിനേക്കാൾ പവർ കൂടിയ വേറൊരു മൈക്രോ കൺട്രോളർ ഉണ്ട്. അതാണ് ഈ കാണുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന കോഡ് USB വഴി അറ്റ്മെഗ 32P എന്ന മൈക്രോ കൺട്രോളറിലേക്ക് എത്തിക്കാനാണ് ഈ മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്നത്. അതുപോലെ കോഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷം മെയിൻ മൈക്രോ കൺട്രോളറിലുള്ള ഡാറ്റാസ് USB വഴി കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുന്നതും ഈ മൈക്രോ കൺട്രോളറാണ്. ഈ ഒരു മൈക്രോ കൺട്രോളർ കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോഡ് രണ്ടാമത് എഡിറ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിബഗ് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ പറ്റും. ഈ ഒരു ഫീച്ചറാണ് അർഡീനോ ബോർഡിനെ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കിയിരിക്കുന്നത്. ഇനി പവർ സെക്ഷനിലോട്ടേക്ക് വരാം. അർഡീനോ ബോർഡിനെ കമ്പ്യൂട്ടറിൻ്റെ USB പവർ വെച്ച് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു എക്സ്റ്റേണൽ DC അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് ഈ അർഡീനോ ബോർഡിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതിന് 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് 9 വോൾട്ടിൻ്റെയും അഡാപ്റ്റർ ഉപയോഗിക്കാം. കാരണം ഈ അർഡീനോ ബോർഡിൻ്റെ ഉള്ളിൽ വേറൊരു റെഗുലേറ്റർ ഉണ്ട്, വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. അത് 9 വോൾട്ടിനെ 5 വോൾട്ടിലേക്ക് റെഗുലേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ അർഡീനോ ബോർഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് പെട്ടെന്നൊന്ന് പ്രോഗ്രാം കോഡ് ആദ്യം മുതലേ റൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കിതിനെ റീസെറ്റ് ചെയ്യാം. അതിനാണ് ഈ ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലെ പിൻസിനെ പറ്റി പറയാം. ഈ സെക്ഷൻ പവർ പിൻസ് ആണ്. ഇതിൽ നിന്നും 5 വോൾട്ടും 3.3 വോൾട്ടും നമുക്ക് മറ്റുള്ള സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ പറ്റാവുന്നതാണ്. അതായത് ഇപ്പം നമുക്ക് അർഡീനോ ബോർഡ് അല്ലാതെ വേറെയും സർക്യൂട്ടുകൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊജക്റ്റിലുണ്ടാവും. അപ്പോൾ ചെറിയ മില്ലിയാംസ് റേഞ്ചിലുള്ള സർക്യൂട്ട്സ് ഒക്കെ നമുക്ക് ഈ 5 വോൾട്ട് അല്ലെങ്കിൽ 3.3 വോൾട്ട് ഔട്ട്പുട്ട് വെച്ചിട്ട് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറണ്ട് റേറ്റിംഗ് കൂടി നോക്കണം. മില്ലിയാംസ് റേഞ്ചിലുള്ള സർക്യൂട്ട്സ് മാത്രമേ ഇതിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കറണ്ട് കൂടിയിട്ട് ബോർഡ് അടിച്ചു പോകും. ഈ TXും RXും പിൻ സീരിയൽ ഡാറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് പലതരം മൊഡ്യൂൾസിൻ്റെയും ഡാറ്റ റീഡ് ചെയ്യാനും അതുപോലെ അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഉദാഹരണത്തിന് വൈഫൈ മൊഡ്യൂൾ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മൊഡ്യൂൾ അല്ലെങ്കിൽ GPS മൊഡ്യൂളൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഡാറ്റാസ് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന 2 മുതൽ 13 വരെയുള്ള പിൻസ് ഡിജിറ്റൽ പിൻസ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ സിഗ്നൽസിനെ റീഡ് ചെയ്യാനും അതുപോലെ ഡിജിറ്റൽ സിഗ്നൽസിനെ നമുക്ക് ഔട്ട്പുട്ടായി കൊടുക്കാനും പറ്റും. ഈ ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് 0സും 1സും ആണ്. അതായത് ലോജിക് ലോ, ലോജിക് ഹൈ എന്നും പറയും. ഈ പിന്നിൽ 5 വോൾട്ട് കിട്ടിയാൽ അപ്പോൾ അർഡീനോ ഇതിനെ ഡിജിറ്റൽ ഹൈ അല്ലെങ്കിൽ 1 ആയിട്ടും, 0 വോൾട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് കിട്ടിയാൽ ഡിജിറ്റൽ ലോ അല്ലെങ്കിൽ 0 ആയിട്ടും എടുക്കും. അതുപോലെ തന്നെ ഇതിൽ ചില പിൻസിന് നേരെ ഒരു വളഞ്ഞ വര കാണുന്നുണ്ട്. ഈ പിന്നിൻ്റെ പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് പിന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് സ്വിച്ചിങ് ആപ്ലിക്കേഷൻസിനൊക്കെ ഈ പിൻസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഒരു മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാനും കുറക്കാനും അല്ലെങ്കിൽ ഒരു LED ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഈ പിൻസ് വെച്ച് ചെയ്യാം. ഇവിടെ 6 അനലോഗ് പിൻസ് ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് 0 മുതൽ 5 വോൾട്ട് വരെയുള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും. ഈ പിൻസിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് പലതരത്തിലുള്ള അനലോഗ് സെൻസർ വാല്യൂസിനെ റീഡ് ചെയ്യാനാണ്. അതായത് നമുക്ക് ഈ പിന്ന് വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിലെ സപ്ലൈ വോൾട്ടേജ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ അനലോഗ് പിൻസ് വെച്ചിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ അനലോഗ് പിൻസിനെ നമുക്ക് ഡിജിറ്റൽ പിൻസായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാം സോഫ്റ്റ്വെയറിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു അർഡീനോ യൂനോയുടെ പ്രധാനപ്പെട്ട ഹാർഡ്വെയർ വിവരങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരെ ഗുഡ് ബൈ.